ജീവിത വിജയം 3-ാം ഭാഗം. ഫാദർ ജോസ് പന്തപ്ലാം തൊട്ടിയിൽ. ജൂൺ 24. വരും വരായികകളെക്കുറിച്ച് അല്പനേരം. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റെയ്ഗനെ ജോൺ ഹിംഗ്ലി എന്ന ചെറുപ്പക്കാരൻ വെടിവെച്ച കഥ എല്ലാവർക്കും അറിയാം. ആയുസിന്റെ ബലം കൊണ്ട് റെയ്ഗൻ അന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഈ വധശ്രമത്തിന് പിന്നിൽ അധികമാരും അറിയാത്ത ഒരു അണിയറ കഥയുണ്ട്. വധശ്രമക്കുറ്റം ചുമത്തി ഹിംഗ്ലിയെ കോടതിയിൽ വിസ്തരിച്ച അവസരത്തിലാണ് ആ കഥ പുറത്തു വന്നത്. കേസ് വിസ്താരത്തിനിടയിൽ സാക്ഷിമൊഴി നൽകുവാനെത്തിയ ഹിംഗ്ലിയുടെ പിതാവ് ജോൺ ഹിംഗ്ലി സീനിയർ ആ കഥ പറയുന്നത് ഇപ്രകാരമാണ്. ജോൺ ഹിംഗ്ലി ജൂനിയർ റെയ്ഗനെ വെടിവെക്കുന്നതിന് കുറേ ദിവസം മുൻപ് ന്യൂയോർക്കിൽ നിന്ന് തന്റെ പിതാവിനെ ഫോണിൽ വിളിച്ചു. പണമെല്ലാം തീർന്നു, ജീവിക്കാൻ മാർഗമില്ല, വീട്ടിലേക്ക് മടങ്ങാനുള്ള പ്ലെയിൻ ടിക്കറ്റിന് പണം വേണം. ഇതായിരുന്നു ഫോൺ സന്ദേശത്തിന്റെ ചുരുക്കം. ജോൺ ഹിംഗ്ലി സീനിയർ പ്ലെയിൻ ടിക്കറ്റിനുള്ള പണം ഉടനെ അയച്ചു കൊടുത്തു. പുത്രൻ ഡെൻവർ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അവനെ സ്വീകരിക്കുവാൻ പിതാവ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. ദേശാടനം നടത്തി പണമെല്ലാം കളഞ്ഞ് ക്ഷീണിച്ചവശനായി മടങ്ങിയെത്തിയ മകനെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയല്ല ആ പിതാവ് ചെയ്തത്. അദ്ദേഹം മകനെയും കൂട്ടി എയർപോർട്ടിലെ വെയിറ്റിംഗ് റൂമിലേക്ക് പോയി. അവിടെ ഇരുന്ന് അവർ ദീർഘനേരം സംസാരിച്ചു. മകന്റെ നല്ല വളർച്ചയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധാപൂർവം പ്ലാനും പദ്ധതിയുമൊക്കെ ആവിഷ്കരിച്ചതും അതെല്ലാം താറുമാറാക്കി മകൻ ജീവിതം തെളിച്ചതുമൊക്കെ സംസാര വിഷയമായി. അവസാനം സ്വന്തം മകനാണെങ്കിലും അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ കൊണ്ടാവില്ലെന്ന് ആ പിതാവ് തീർത്തു പറഞ്ഞു. 100-ന്റെ കുറെ ഡോളർ നോട്ടുകൾ മകന് നൽകിക്കൊണ്ട് പിതാവ് പറഞ്ഞു, ശരി, ഇനി നിനക്ക് നിന്റെ വഴി, നിനക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാം, നിനക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. അന്ന് ആ എയർപോർട്ടിൽ വെച്ച് അവർ വിട പറഞ്ഞ് അധിക ദിവസം കഴിയുന്നതിന് മുൻപാണ് മകൻ റെയ്ഗന്റെ നേരെ നിറയൊഴിച്ചത്. കേസ് വിസ്താരത്തിനിടയിൽ ഹിംഗ്ലി സീനിയർ പറഞ്ഞു, പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്ന് ചെയ്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നുവെന്ന് എനിക്കിപ്പോൾ ബോധ്യമുണ്ട്. എൻ്റെ മകന്റെ ദുരന്തത്തിന്റെ കാരണക്കാരൻ ഞാൻ തന്നെ. അവന് സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാതിരുന്നപ്പോഴാണ് ഞാൻ അവനെ തനിയെ വിട്ടുകളഞ്ഞത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ എനിക്കെന്ന് തോന്നിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. തന്റെ പുത്രന്റെ ദുരന്തത്തിന് വഴിയൊരുക്കിയത് താൻ തന്നെ എന്ന ബോധ്യമാണ് തന്റെ മകനെ ഒറ്റയ്ക്ക് വിടാൻ തനിക്കെന്ന് തോന്നാതിരുന്നെങ്കിൽ എന്ന ചിന്ത ആ പിതാവിൽ സൃഷ്ടിച്ചത്. പക്ഷേ വൈകി ഉദിച്ച വിവേകം കൊണ്ട് എന്തു ഫലം? നാം ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുന്നു, പക്ഷേ നമ്മുടെ പ്രവൃത്തികളുടെ വരും വരായികകളെക്കുറിച്ച് നാം കാര്യമായൊന്നും ചിന്തിക്കാറില്ല. നമ്മുടെ വിചാരങ്ങളെക്കാൾ വികാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നാം പല കാര്യങ്ങളും ചെയ്തു പോകുന്നു. കുറെ കഴിയുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ബുദ്ധിഹീനതയോർത്ത് നമുക്ക് വിലപിക്കേണ്ടി വരാറില്ലേ? ഞാൻ അന്ന് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് നമ്മുടെ പഴയ അബദ്ധങ്ങളെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചും ഓർക്കുമ്പോൾ നാം പറയാറില്ലേ? പഴയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത് ആവശ്യം തന്നെ. എന്നാൽ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ നാം എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ ബോധപൂർവകമായ നിയന്ത്രണത്തിൽ നാം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എല്ലാം അപ്പോൾ തോന്നുന്നത് പോലെ ചെയ്യുന്ന രീതിക്ക് നാം മാറ്റം വരുത്തണം. ജീവിതധർമ്മവും മറ്റുള്ളവരോട് നമുക്കുള്ള കടപ്പാടുകളും ബന്ധങ്ങളുമൊക്കെ കണക്കിലെടുക്കാതെ നാം മുന്നോട്ടു പോകുമ്പോഴാണ് പിന്നീട് വിലപിക്കേണ്ട ഗതികേട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നാം ചെയ്തു പോകുന്നത്. ബോധപൂർവമുള്ള നിയന്ത്രണത്തോടുകൂടിയ ജീവിതമായിരിക്കട്ടെ നമ്മുടേത്. വീണ്ടും വിചാരത്തോടുകൂടി ചെയ്യേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ ആയാൽ നമ്മുടെ ചെയ്തികളെക്കുറിച്ച് നമുക്കധികം ദുഃഖിക്കേണ്ടി വരികയില്ല. വെളിച്ചം വിതറിയ വഴികൾ. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം 6:30-ക്കായിരിക്കും ഈ വായന അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരെയും ഈ വായനാ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി.